അഭിഷേക് ഭയങ്കര ഊർജ്ജസ്വലനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു പ്രകടനം ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അഭിഷേക് രണ്ടും കൽപ്പിച്ചാ വന്നേക്കുന്നത്. പൊരിക്കുമെന്ന് ഉറപ്പായിട്ടും രണ്ടും കൽപ്പിച്ചു. ഓൾ ദി ബെസ്റ്റ്. ഈ ചൂട് കളയണ്ട, അതുപോലെ അങ്ങ് പോട്ടെ. അതെ, പോട്ടെ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തെല്ലാം ബ്യൂട്ടിഫുൾ പീപ്പിൾ. എന്നോട് സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ എന്തെല്ലാം ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്തിനാ പറയണേ, ആരെ സോപ്പ് അടിക്കാൻ നിൽക്കണേന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, മുഖത്ത് നോക്കി തെറി വിളിക്കാൻ പറ്റില്ലല്ലോ. ഇനി മുഖത്ത് നോക്കി ഞാൻ തെറി വിളിച്ചാൽ പിന്നെ എങ്ങനെ ഞാൻ ആ മുഖത്തേക്ക് നോക്കും? ഇനി ആ മുഖത്തേക്ക് ഞാൻ നോക്കിയാൽ അവർ പറയേണ്ട തെറി ഞാൻ കേൾക്കേണ്ടി വരും. അത് കാരണം കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങുന്നത് എന്തെല്ലാം ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇത്ര ബ്യൂട്ടിഫുൾ ആയ പീപ്പിൾ നിൽക്കുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ പറയേണ്ടതാണ്. സാർ, ഞാൻ വന്നത് ഇവിടെ നമ്മുടെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞിട്ടാണ്. ട്രാഫിക് എന്ത് സംഭവം അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ട്രാഫിക്. ഇഷ്ടം പോലെ വണ്ടികൾ, കളർഫുള്ളായ വണ്ടികൾ, ബ്യൂട്ടിഫുള്ളായ ആൾക്കാർ, എല്ലാവരും നമുക്ക് കണ്ടൊന്ന് എൻജോയ് ചെയ്യാം. പ്രശ്നം എന്താണെന്നറിയോ, ഈ റെഡ് സിഗ്നൽ ആകുമ്പോൾ എല്ലാവരും അവിടെ വണ്ടി നിൽക്കും. എൻ്റെ ഫ്രണ്ടിൽ വണ്ടി, ബാക്കിൽ വണ്ടി, റൈറ്റിൽ വണ്ടി, എല്ലായിടത്തും വണ്ടി ഇഷ്ടം പോലെ വണ്ടി. പക്ഷേ ഇതിലും നടുക്കിൽ ഒരുത്തൻ ഹോൺ അടിക്കും. എന്ത്? റെഡ് സിഗ്നൽ കണ്ടിട്ട്. എന്ത് ജാതി പപ്പടങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. ഇവര് വെറുതെ ഹോൺ അടിക്കും. ഇനി ഇവര് ഹോൺ അടിച്ചാൽ ഇവരുടെ വിചാരം എന്താ? എൻ്റെ വണ്ടിയുടെ ആക്സലറേഷൻ ആണോ ഇവരുടെ ഹോൺ? ഇവർ എത്ര ഹോൺ അടിക്കുന്നു ഞാൻ അത്ര സ്പീഡ് കൂട്ടുന്നു? ഇല്ല മോനെ, ഞാൻ കൂട്ടത്തില്ല. ഞാൻ സ്ലോയേ ഓടിക്കത്തുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഫാസ്റ്റ് ഓടിക്കാൻ പാടില്ല. സ്ലോ ഓടിച്ചിട്ട് ആക്സിഡന്റ് പറ്റിയാൽ പിന്നെ നമുക്ക് പറയാമല്ലോ ഞാൻ സ്ലോ ആയിരുന്നു. സാധാ ക്ലീഷ ഡയലോഗാണ് മറ്റേ സ്ലോ ആയിട്ട് പോണ ആൾക്കാരുടെ. ഇന്നലെ ഞാൻ ഫുഡ് അടിക്കാൻ ഹോട്ടലിലേക്ക് പോയി. നമ്മൾ ഫുഡ് അടിക്കാൻ ഹോട്ടലിലേക്ക് പോകുമ്പോൾ സാധാരണ ഇങ്ങനത്തെ അപ്പൂപ്പന്മാരൊക്കെ വന്നിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. ഇന്നലെയും ഒരു അപ്പൂപ്പൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. നല്ല അപ്പൂപ്പൻ്റെ, കാണാൻ നല്ല ലുക്കുള്ള അപ്പൂപ്പൻ. എൻ്റെ അത്രയ്ക്ക് ലുക്കില്ല, എന്നാലും അപ്പൂപ്പനുള്ള ലുക്ക്. അതായത് നമ്മൾ പറയില്ലേ, മറ്റേ ജനിക്കുമ്പോൾ ചില ആൾക്കാർ പറയില്ലേ അവർക്ക് ഡോക്ടർ ആവണം, അവർക്ക് എഞ്ചിനീയർ ആവണം. ഇദ്ദേഹം ജനിച്ചപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് അപ്പൂപ്പനാവണം. ആ ടൈപ്പ് അപ്പൂപ്പൻ വന്നിട്ട് സാധാ ക്ലീശ ഡയലോഗ്. മീനാക്ഷി കുട്ടിയുടെ കുട്ടിയല്ലേ നീ? അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മീനാക്ഷി കുട്ടിയുടെ കുട്ടിയല്ല ഞാൻ. പിന്നെ ഞാൻ കുട്ടിയല്ല, കുട്ടനാ. അപ്പൊ അപ്പൂപ്പ പറഞ്ഞു എനിക്ക് രണ്ടും ഒരുപോലെയാ, വേണമെങ്കിൽ ഞാൻ ബീഫും പൊറോട്ട മേടിച്ചു തരാന്ന്. എനിക്ക് വേണ്ടത് എൻ്റെ ബീഫും പൊറോട്ട. പിന്നെ ക്ലീശ ഡയലോഗ്സ് വന്നു. ഏത് ഡയലോഗ്? മോൻ ജോലി ചെയ്യണ്ട. അപ്പൂപ്പന്റെ മോളെ കെട്ടിക്കാനല്ലല്ലോ, ഫുഡ് കഴിക്കാനല്ലോ വന്നേക്കണേ. അപ്പൂപ്പൻ മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. അപ്പൊ ഈ അപ്പൂപ്പന്റെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പൂപ്പന്റെ രണ്ടാമത്തെ ചോദ്യം, എന്താണ് മോനെ നീ കൊച്ചിയില്? അപ്പൊ ഞാൻ പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ വന്നേക്കാണ്. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു എന്നെ വെടിവെക്കല്ലേന്ന്. അപ്പൂപ്പ, ഞാൻ കാര്യം പറയാം, ഞാൻ വന്നിക്കണത് സ്റ്റാൻഡപ്പ് കോമഡി ഫൺസ് അപ്പോൺ എ ടൈമിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ജോക്കൊക്കെ എന്നോട് പറയല്ലേ, ഞാൻ സ്റ്റാൻഡേർഡ് ആയ ജോക്കുകൾ മാത്രം പറയാത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു, മോനെ ശരി ഞാൻ പറയില്ല, സ്റ്റാൻഡപ്പ് കോമഡി അല്ലേ പറഞ്ഞേ, പക്ഷെ സ്റ്റാൻഡപ്പ് കോമഡി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പൂപ്പൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ അപ്പൂപ്പ, എന്താ പ്രശ്നം? ഇല്ലടാ ചെയ്യാൻ പറ്റില്ല എനിക്ക്. അല്ല അപ്പൂപ്പ, ജോക്ക് പറയാൻ മടിയാണോ? അല്ല. ടി വിയിൽ പറയാൻ പേടിയാണോ? എല്ലാടാ മോനെ. പിന്നെ എന്താ അപ്പൂപ്പ? സ്റ്റാൻഡപ്പ് ആയി കാരണേ കാല് വേദന എടുക്കും, അപ്പോൾ അത് കാരണം സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ പറ്റില്ല എന്ന്. എൻ്റെ സിംഗിൾ ലൈഫിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലൊക്കെ ആരാണ് സിംഗിൾ? ഒന്ന് കൈപൊക്കോ. ഞാൻ സർവേ എടുക്കാൻ വേണ്ടിയിട്ടല്ല പറയണേ, ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ. കൈപൊക്കിയാൽ മതി, പേടിക്കണ്ട. സിംഗിൾ അല്ലേ? ആ കൊച്ചൊക്കെ സിംഗിളാ. അയ്യോ, ഒരാളെ സിംഗിൾ ഉള്ളൂ, ബാക്കി എല്ലാരും കമ്മിറ്റഡ്. എന്താ ഇതെല്ലാം ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ? ചെറിയ പിള്ളേർക്ക് എന്നിട്ട് സിംഗിൾ അല്ലെന്നാണ് പറയണത്. എന്ത് കഷ്ടമല്ല. നിങ്ങൾ പേടിക്കണ്ട, നാഷണൽ ടെലിവിഷൻ ആണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ കാണുന്നുണ്ടാവും, നെയ്ബേഴ്സ് കാണുന്നുണ്ടാവും, വീട്ടിൽ ബ്രദർ സിസ്റ്റർ എല്ലാവരും കാണുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് കാണുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് കാണുന്നുണ്ടാവും. നമ്മൾ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ, സാധാരണ നമ്മൾ ഏതെങ്കിലും ക്ലിനിക്കിലേക്ക് പോകാറുണ്ടല്ലോ, ആ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്താ, മറ്റേ ഒന്നെങ്കിൽ മാരീഡ് ഉണ്ടാവും, സിംഗിൾ ഉണ്ടാവും, ഡിവോഴ്സ്ഡ് ഉണ്ടാവും. ഞാൻ അവിടെ ഒരു ചെറിയ കല്ലി ഞാൻ എന്നെ വിറയ്ക്കും. എന്നിട്ട് ഞാൻ എഴുതും വെയിറ്റിംഗ് ഫോർ മിറക്കിൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് ഞാൻ ടിക്ക് ചെയ്യും. നമുക്ക് വേറെ വഴിയില്ല. മറ്റേ ഹോട്ടലിലേക്കൊക്കെ പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും വിഷമം വരാ. ഹോട്ടലിലേക്ക് പോകുമ്പോൾ അവിടെ വെയിറ്റർ നിൽക്കുന്നുണ്ടാവും. വെയിറ്റർ വന്നിട്ട് സാറിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? എടാ ഞാൻ കാലങ്ങളായി വെയിറ്റ് ചെയ്യണം, ഒരു ചെക്കനും ഇല്ല, ഒരു പെണ്ണും ഇല്ല, ആരും ഇല്ല, ഞാൻ ഇവിടെ വെറുതെ വെയിറ്റ് ചെയ്യാണ്. അല്ല സാറിന് ഓർഡർ ചെയ്യണം, എന്താ വേണ്ടേ? രണ്ടാൾക്കാർക്ക് ഓർഡർ ചെയ്യണോ? എടാ മോനെ, ഞാൻ ഇപ്പം നേരത്തെ നിന്നോട് എന്താ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കുള്ള ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുമല്ലോ. ആ വിഷമത്തിൽ ഞാൻ രണ്ടാൾക്കാർക്കുള്ളത് ഓർഡർ ചെയ്തിട്ട് ഞാൻ തന്നെ കഴിക്കും. അതാണ് ഈ സൈസ്. അപ്പോൾ നമ്മൾ അടുത്തത് ഞാൻ പറയാൻ പോണത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യമാണ്. മുത്തു നല്ല പേരാണല്ലേ, കണ്ടാൽ തോന്നുന്നു മുത്താണ്, പക്ഷെ കണ്ടാലൊരു കുത്തു കൊടുക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു മുത്താണ് ഈ മുത്തുയുടെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മുത്തു ഒരു നല്ല കോഴിയാണ്. എന്താണെന്ന് വെച്ചാൽ മുത്തുയുടെ കാര്യത്തിൽ എനിക്ക് മാത്രം അറിയുള്ളൂ മുത്തു എത്ര വലിയ കോഴിയാണ്. എന്ന് വെച്ചാൽ സെക്കൻഡ് ഇയർ നമ്മൾ കോളേജിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, കോളേജിൻ്റെ ബസ് സ്റ്റാൻഡിലാണല്ലോ പെമ്പിള്ളേരൊക്കെ ബസ് ഇറങ്ങുന്നു. കുട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇയർ കുട്ടിയാണ്, ശ്രദ്ധിക്കണം. കുട്ടി ഫസ്റ്റ് ഇയർ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുട്ടിയുടെ എല്ലാ ബയോഡേറ്റ ഈ ചെങ്ങായിയുടെ കയ്യിലുണ്ടാവും. കുട്ടിയുടെ പേര്,
കുട്ടി ഏത് സ്കൂളിൽ നിന്നാണ് പറഞ്ഞത്, കുട്ടിയുടെ ക്ലാസ്, കുട്ടി ഏത് BCom ഏത് കോളേജിലാണ് ഏത് സ്ട്രെമിലാണ് കയറിയിരിക്കണേ, കുട്ടിയുടെ അച്ഛൻ്റെ പേര് എല്ലാം കിട്ടും. കുട്ടിയുടെ അച്ഛൻ പേര് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു അതാണോ അച്ഛൻ്റെ പേര്, ഉറപ്പാണോ? അപ്പോൾ ഇത് തീരുമാനിക്കാൻ, ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചപ്പോൾ കുട്ടിയുടെ അച്ഛൻ പേര് ആയിരുന്നില്ല, അച്ഛൻ്റെ പേര് അതായിരുന്നില്ല. അപ്പം ഞാൻ മുത്തുനോട് വന്നു, നീ തെറ്റി. അപ്പോൾ മുത്തു പറഞ്ഞു അല്ല, എൻ്റെ ബയോഡേറ്റയും എൻ്റെ സ്റ്റഡി അനുസരിച്ചിട്ട് അച്ഛൻ്റെ പേര് ഇത് തന്നെയാണ്. അപ്പം ഞാൻ നേരെ പോയിട്ട് കുട്ടിയുടെ അമ്മേനോട് ചോദിച്ചു. അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു നീ എങ്ങനെ അറിഞ്ഞു ഇത്? അപ്പം മുത്തു എൻസൈക്ലോപീഡിയ ആണ് ഇതിൻ്റെ, മുത്തുക്ക് എല്ലാം അറിയാം, മുത്തു നല്ല കോഴിയാണ്. എന്നെക്കാട്ടും ഒരു മോശമായ ഒരു കോഴി ഇല്ലെങ്കിൽ ഒരു സിംഗിൾ ആരാണെന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ക്രിക്കറ്റ് മാച്ചൊക്കെ കാണാൻ തുടങ്ങിയത്. അവിടുത്തെ ക്യാമറമാൻ കളി തുടങ്ങുന്ന മുമ്പ് ഭംഗിയുള്ള ക്രിക്കറ്റർസോ ഇല്ലെങ്കിൽ ഭംഗിയുള്ള പ്ലേ അല്ല കാണാം, ഏറ്റവും ഭംഗിയുള്ള കുട്ടീനെ കണ്ടിട്ട് കുട്ടീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കുട്ടീനെ വൈറലാക്കും. ആളാണ് എന്നെക്കാട്ടും വലിയ സിംഗിൾ. അത്രേ ഉള്ളൂ. താങ്ക് യു അഭിഷേക്. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഇനി സിംഗിൾ ആവണ്ട, ഡബിൾ ആവാം. ഓക്കെ. ഡബിൾ ആയ ആൾക്കാരോട് നമുക്ക് ചോദിക്കാം. അഭി സർ. ഭയങ്കര എനർജി ഉണ്ടായിരുന്നു, നല്ല എനർജി ആയിരുന്നു. താങ്ക് യു സർ. എൻ്റെ അപ്പൂപ്പൻ കോമഡിയും സിംഗിൾ കോമഡിയും മുത്തുവിൻ്റെ കോമഡിയൊക്കെ ആസ്വദിച്ചു, വളരെ നല്ലായിരുന്നു. താങ്ക് യു സർ. കീപ് ഇറ്റ് അപ്പ്. ആ അപ്പൂപ്പൻ കോമഡിയില് നിങ്ങൾ പറഞ്ഞല്ലേ ജനിച്ചപ്പോൾ ആരാവണമെന്ന് ചോദിച്ചപ്പോൾ അപ്പൂപ്പനാവണമെന്ന് പറഞ്ഞത്, അത് അങ്ങനെ ഒരു മലയാളത്തിലൊരു മെയിൻ വില്ലനോട് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജനിച്ചപ്പോൾ ആരാവണമെന്ന് ചോദിച്ചപ്പോൾ വില്ലനാവണമെന്ന് പറഞ്ഞിട്ട് വന്നതാണോ എന്നുള്ളത്. ഗംഭീരമായി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ അഭിഷേക്, വീണ്ടും പുതിയ പെർഫോമൻസ് ആയിട്ട് വരണം. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു സോ